നിങ്ങൾ അറിഞ്ഞോ? നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾസ് ഷോപ്പ് തുടങ്ങിയ വാർത്ത. നല്ല ക്വാളിറ്റിയുള്ള, വാറന്റിയുള്ള, ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ. ഡോക്ടർ ടൂൾസ്, പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ്. വായനാശീലം വളർത്താൻ തോന്നൂർക്കര AUP സ്കൂളിൽ മധുരം മലയാളം പദ്ധതി ആരംഭിച്ചു. വിരമിച്ച പ്രതിരോധ ഉദ്യോഗസ്ഥൻ വിജയകുമാറും കുടുംബവുമാണ് സ്കൂളിലെ പത്രവിതരണത്തിന്റെ സാമ്പത്തിക സഹായം നൽകുന്നത്. തോന്നൂർക്കര AUP സ്കൂളിൽ കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനായി നടപ്പിലാക്കുന്ന മധുരം മലയാളം പദ്ധതിയുടെ ഭാഗമായി ദിനപത്ര വിതരണത്തിന് തുടക്കമായി. പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്കൂളിലെ എല്ലാ അധ്യാപകരെയും, എൻ്റെ സഹാധ്യാപകരെ എല്ലാവരെയും ഒന്നുകൂടി എൻ്റെ കുഞ്ഞുമക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. സ്കൂളിലെ കുട്ടികൾക്കായി എല്ലാ ദിവസവും പത്രം നൽകുന്ന ഈ മഹത്തായ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും പ്രതിരോധ സേനയിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥനുമായ തോന്നൂർക്കര കിഴക്കേപ്പാട്ട് വിജയകുമാറും പത്നി സിന്ധുവുമാണ്. സ്കൂൾ അസംബ്ലിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രധാന അധ്യാപിക KP ഗീത ഏവർക്കും സ്വാഗതം ആശംസിച്ചു. സ്കൂൾ മാനേജർ KP മുരളീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാതൃഭൂമി റിപ്പോർട്ടർ അരുൺകുമാർ, അജിത് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. സ്കൂളിലെ അധ്യാപകരും സ്കൂൾ ലീഡർ ഗോകുൽ കൃഷ്ണയും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വിദ്യാലയത്തിലെ കുട്ടികൾക്ക് വായനയുടെ ലോകത്തേക്ക് കൂടുതൽ വാതിലുകൾ തുറന്നിടുന്ന ഈ പദ്ധതിക്ക് ശ്രീകാന്ത് മാസ്റ്റർ നന്ദി രേഖപ്പെടുത്തി. കുട്ടികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിനും പൊതു അവബോധം സൃഷ്ടിക്കുന്നതിനും വേണ്ടി സമകാലിക വിഷയങ്ങളെക്കുറിച്ച് അവർക്ക് നല്ലൊരു ധാരണ കിട്ടാൻ വേണ്ടി പത്രവായന നമ്മുടെ സ്കൂളിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മാതൃഭൂമിയുടെ മധുരം മലയാളം നമുക്ക് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഞങ്ങളുടെ കുട്ടികളുടെ ഭാഗ്യത്തിന് ഞങ്ങളുടെ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ വിജയേട്ടനും കുടുംബവും നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. രക്ഷാ മന്ത്രാലയത്തിൻ്റെ കീഴിൽ കഴിഞ്ഞ 36 വർഷമായി ജോലി ചെയ്ത് അവിടുന്ന് VR എടുത്തിട്ട് 2 കൊല്ലമായിട്ട് നാട്ടിൽ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ പല ജോലിയുടെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിലേക്ക് പോയില്ല. സാമൂഹിക സേവനത്തിലേക്ക് തിരിച്ചു. നമ്മൾ ഓൺലൈനിൽ കൂടെ കഴിയുന്ന സഹായങ്ങൾ ആളുകളിൽ എത്തിക്കുക. CCV ന്യൂസ് ചേലക്കര.